നമസ്കാരം, ഞാൻ പാർവതി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സന്തോഷ് എച്ചിക്കാനത്തിന്റെ ആദ്യത്തെ നോവലായ മാതംഗലീലയുമായിട്ടാണ്. ഈ നോവലിന്റെ പ്രകാശനം കഴിഞ്ഞത് ഏപ്രിൽ 23-നാണ്. ഇപ്പൊ ഒരു മാസം പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇത് ഏഴാം പതിപ്പ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം വായനക്കാർ ഈ നോവലിനെ എത്രത്തോളമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. കഥാകൃത്ത് ഈ നോവലിൽ ആദ്യം തന്നെ നമുക്കായി ഒരു സന്ദേശം കരുതി വെക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: പറക്കലാണ് പക്ഷിയുടെ സ്വാതന്ത്ര്യം. അതിനോട് പറക്കണ്ട എന്ന് പറയാൻ ലോകത്ത് ആർക്കും അവകാശമില്ല. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നിരീക്ഷിച്ചു നോക്കിയേ. ഞാൻ ഈ ചിത്രം നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ഒരു മനുഷ്യൻ മണ്ണിൽ ഇങ്ങനെ ആഴ്ന്നു കിടക്കുന്നതാണ്. എന്നാൽ കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് നോക്കിയ ശേഷമാണ് എനിക്ക് പിടികിട്ടിയത് ഇതൊരു ആനയുടെ ചിത്രമാണെന്ന്. ആനയ്ക്കുള്ളിലൊരു മനുഷ്യൻ. അതുതന്നെയാണ് ഈ ഒരു കഥയുടെ ആശയവും. കഥ ആദ്യം തുടങ്ങുന്നത് ബാലകൃഷ്ണൻ ചെരിഞ്ഞു എന്നൊരു വാർത്തയായിട്ടാണ്. മറ്റേതു ഗ്രാമത്തെയും പോലെ സർവ്വസാധാരണമായിട്ട് കഴിഞ്ഞു പോന്നിരുന്ന തിരുവറ്റിക്കോടിനെ അത്ഭുതകരമായിട്ടുള്ള പരാഗപ്രവേശത്താൽ മാന്ത്രിക കഥയാക്കി മാറ്റിയ തിരുവറ്റിക്കോട് ബാലകൃഷ്ണൻ എന്ന ആനബാലന്റെ കഥ. ബാലകൃഷ്ണൻ ചെരിഞ്ഞു. പിന്നീട് വന്നത് മോർച്ചറിക്ക് മുമ്പില് കൊണ്ടുപോയി എന്നതാണ്. അപ്പൊ എന്തായാലും മനുഷ്യനായിരിക്കുമല്ലോ. എനിക്കിങ്ങനെ സംശയം വന്നു, ബാലകൃഷ്ണൻ മനുഷ്യനാണോ അതോ അല്ലെങ്കിൽ മൃഗമാണോ എന്ന്, ഒരു ആനയാണോ എന്ന്. പിന്നീട് ഒരു ഓഫീസർ ശിവദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ബാലകൃഷ്ണന്റെ ഉറ്റ സുഹൃത്താണ് ഈ ശിവദാസൻ. ആ ഓഫീസർ ശിവദാസനോട് ചോദിച്ചു, ഇതെന്താ ബാലകൃഷ്ണൻ ആനയാണോ അതോ മനുഷ്യനാണോ എന്നാണ്. അപ്പോഴാണ് ശിവദാസൻ ബാലകൃഷ്ണന്റെ ജീവിതം തന്നെ ഓഫീസർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കഥ ആരംഭിക്കുകയാണ്. ബാലകൃഷ്ണൻ എന്നത് ആനയായ നീലകണ്ഠന്റെ പാപ്പാന്റെ അച്ഛനാണ്. ബാലകൃഷ്ണന്റെ അച്ഛനാണ് ഈ പാപ്പാന്. അപ്പോ ഈ പങ്ങോട് മാധവനും ഈശ്വര പണിക്കറും വലിയ തറവാടികളാണ്. ഈ നീലകണ്ഠന്റെ വീര്യവും ഭാവവും ആ എടുപ്പും ഒക്കെ കണ്ടിട്ട് വില കൊടുത്ത് അതിനെ മേടിച്ചു. ആ നാട്ടിലെ ഉത്സവം എത്തി. അവിടെ സർപ്പയജ്ഞം എന്നൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് തമിഴത്തിയായ ചിത്തിര സെൽവിയാണ്. ഒരു തമിഴത്തിയാണ് ഈ ചിത്തിര സെൽവി. അങ്ങനെ ചിത്തിരയും ബാലനും തമ്മിൽ പ്രണയത്തിലായി. പങ്ങോട് മാധവനും ഈശ്വര പണിക്കറും ചിത്തിര സെൽവിയെ മോഹിച്ചു. ഇത് കണ്ട ബാലൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ DGP-നൊക്കെ വളരെ സുഹൃത്താണ് അവരുടേത്, വലിയ വലിയ ആൾക്കാരൊക്കെ. ശങ്കുണ്ണി ഒരു നക്സലറ്റ് ആണ്. ഇവർ രണ്ടുപേരെയും കൊല്ലണമെന്നായിരുന്നു ശങ്കുണ്ണിയുടെ ആഗ്രഹം. അത് തന്നെയായിരുന്നു ബാലന്റെയും. ഇവർ രണ്ടുപേരും കൂടി, പിന്നെ ഒരു ഹൈദരലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു, അവരും കൂടിയിട്ട് രണ്ടുപേരെയും കൊന്നു. എന്നിട്ട് ചിത്തിര സെൽവിയും കൂട്ടിയിട്ട് ബാലൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആയിടക്ക് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചിത്തിരയെ രണ്ടുപേരും ജയിലിട്ടു. പക്ഷെ ചിത്തിര മരിച്ചു. ബാലകൃഷ്ണനെ കാട്ടാനകൾ കാട്ടിലേക്ക് രക്ഷിച്ചു കൊണ്ടുപോയി. കാട്ടാനകളൊക്കെ ഇങ്ങനെ പറയാണ്, നിന്നെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു സ്ഥലമുണ്ട്, തേച്ചോരൻ എന്ന ഒടിയന്റെ സ്ഥലം. അതുമുതലാണ് ഈ കഥയുടെ ഇതിഹാസം ആരംഭിക്കുന്നത്. തേച്ചോരൻ എന്ന ഒടിയന്റെ മായകൾ. തേച്ചോരനെ ഒരു പരാഗപ്രവേശം ഒക്കെ പറയില്ലേ, അതെനിക്ക് കൂടുതലായിട്ടും മനസ്സിലായത് അഖിൽ പി ധർമ്മജന്റെ രാത്രി 12-ന് ശേഷം എന്ന പുസ്തകം വായിച്ചതോടെയാണ്. അതിലെ പരാഗപ്രവേശത്തെ കുറിച്ചും ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു ബുക്കും കൂടി വായിച്ചപ്പോ പരാഗപ്രവേശം എന്താണെന്ന് കുറച്ചും കൂടി എനിക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. പരാഗപ്രവേശം നടത്താനും ഒക്കെ ഈ തേച്ചോരനെ കഴിയുമായിരുന്നു. ബാലകൃഷ്ണന് പണ്ടേ ആനഭാഷയൊക്കെ അറിയാം. അവൻ ആനയാവണം തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ തൽക്കാലം ഇതൊന്നും നടക്കില്ല, നീ എന്റെ സഹായിയായിട്ട് നിന്നോളൂ, നിന്നെ ഞാനൊരു ഒടിയനാക്കി തരാന്നൊക്കെ തേച്ചോരൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവർ പണിക്കുപോയി, രണ്ടാളും കൂടി. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഈ താഴമ്പൂവും ബാലനും തമ്മിൽ പ്രണയത്തിലായി. ഇത് കണ്ട് ചിത്തിര സെൽവിയുടെ ആത്മാവിന് സഹിച്ചില്ല. ഇതും നേരത്തെ മനസ്സിലാക്കിയിരുന്നു തേച്ചോരൻ. ജോലിക്ക് പോയി. അവിടെ എന്ന് വെച്ചാല് ഗർഭം അലസിപ്പിക്കലായിരുന്നു അവരുടെ ജോലി.
അതിലൂടെ എന്താണ് അവരുടെ നേട്ടം? അതിലൂടെ പിള്ളതൈലം അവർക്ക് ഉണ്ടാക്കാം, പരാഗപ്രവേശം നടത്താം, വേഗത്തിൽ ഒടിയനാവാൻ പറ്റും ഈ പിള്ളതൈലം കൊണ്ട്. അവരൊക്കെ അങ്ങനെ സംഘടിപ്പിച്ച് അങ്ങനെ പോയി. അപ്പോഴാണ് തേച്ചോറിന്റെ മനസ്സിൽ ഒരു ഉപായം ഉദിച്ചത്. പാർവതി എന്ന സ്ത്രീയുടെ ശരീരത്തിലേക്ക് ചിത്രാ സെൽവിയുടെ ആത്മാവിനെ ബന്ധിപ്പിക്കാമെന്ന്. അങ്ങനെ ബന്ധിപ്പിച്ചു. പാർവതി എന്ന് വെച്ചാല് വലിയ ബ്രാഹ്മണ സ്ത്രീയാണ്. അപ്പോ നല്ല വെളുത്തിട്ട് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണത്. ചിത്രാ സെൽവി ഇതിന്റെ അകത്ത് ആത്മാവ് ഇരുന്നു. പക്ഷെ ആ കാട്ടിനുള്ളിൽ എത്തിയതും ബാക്കിയുള്ളവരെല്ലാം കറുപ്പാണ്. പക്ഷെ പാർവതി മാത്രം നല്ല വെളുത്തിട്ടൊക്കെ. അപ്പൊ ഇത് കണ്ട് പാർവതി ഇങ്ങനെ നടന്നു വരുന്ന കണ്ട് എല്ലാവരും ഇങ്ങനെ എണീച്ചു, വലിയ സംഭവം പോലെ. പക്ഷെ ഇതിൻ്റെ അകത്ത് ആത്മാവ് ആരാണ്? ചിത്രാ സെൽവിയാണ്, ഒരു പാവം തമിഴത്തി പെണ്ണ്. ഇത് നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പതിയെ പതിയെ ബ്രാഹ്മണ കുടുംബത്തിലെ ഓരോ ആചാരങ്ങള് പാർവതി നടപ്പിലാക്കാൻ ശ്രമിച്ചു. പാർവതി ഇങ്ങനെ തേച്ചോറിന്റെ ഓരോ സാധനങ്ങൾ മോഷ്ടിച്ച് അത് തീയൊക്കെ കൊളുത്താൻ ശ്രമിച്ചു. അതിനിടയില് ബാലൻ ചിത്രാ സെൽവിയെ കൊന്ന പോലീസുകാരുണ്ടാവല്ലോ, ആ പോലീസുകാരെ കൊന്നു കളഞ്ഞു. ആനയായി മാറിയിരുന്നു. അപ്പോ ആനയായി ജീവിതകാലം മുഴുവൻ അവന് കഴിയണമെന്നുണ്ടായിരുന്നു, ആരുടെയും ഒരു ശല്യം ഉണ്ടാവാതെ. എന്നാൽ പോലീസുകാര് അവനെ വിട്ടുകൊടുത്തോ? ഇല്ലേ ഇല്ല. തേച്ചോറിന്റെ മന്ത്രശക്തികളൊക്കെ ഇങ്ങനെ എഴുതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തീ കൊളുത്തി. പാർവതി തീ കൊളുത്തിയാൽ തേച്ചോറിന് പിന്നെ മനുഷ്യനായിട്ടൊരു ജീവിതവും ഇല്ല. അവളങ്ങനെ തീ കൊളുത്തി. അവളുടെ ഉള്ളിലെ ബ്രാഹ്മണ സ്ത്രീ ശരിക്കും ഉണർന്നു. അവൾ തീ കൊളുത്തി. പിന്നെ തേച്ചോറിന്റെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയാം. പക്ഷേ മനുഷ്യനല്ലാതെ തേച്ചോരൻ എല്ലായിടത്തും ഉണ്ട് എന്ന് അവരുടെ കുടുംബക്കാരൊക്കെ വിശ്വസിച്ചു പോന്നു. ആനയായ ബാലകൃഷ്ണൻ ജയിലിലും പോയി കൊന്ന കുറ്റത്തിന്. അപ്പോ ശിവദാസേട്ടൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതിനിടയിലൂടെ സുകേശൻ സാർ ഉണ്ടാവൂലേ, ഒരു പോലീസ് സാറ്, എന്തോ എഴുതി വെക്കാനങ്ങാറ്റം ബാലകൃഷ്ണനോട് അവന്റെ ജീവിതം പറയാൻ പറഞ്ഞു. അങ്ങനെ പറയുന്നതും അതുപോലെ തന്നെ ശിവദാസേട്ടൻ പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു കഥ നീങ്ങുന്നത്. അവസാനം ശിവദാസൻ സാറ് എല്ലാം പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു. ഇവിടെ പിള്ളതൈലം ഉണ്ട്, ബാലകൃഷ്ണൻ കൊടുത്തതാണ്, പിള്ളതൈലം ഉണ്ട്, അവൻ എഴുതിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ഒടിയനാവാൻ പറ്റിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒടുക്കം ഞാൻ അത് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി, ശിവദാസേട്ടൻ പോയി. പക്ഷെ ആലമാരികളൊന്നും കാണുന്നില്ല ആ മന്ത്രങ്ങളൊക്കെ. ഇങ്ങനെ ഇറത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഓഫീസറെയും കാണുന്നില്ല. ഒരിക്കലും ഓഫീസർക്ക് ഒടിയനാവണമായിരിക്കും, അതുകൊണ്ടാവാം അത് മോഷ്ടിച്ചത്. പിന്നെ ആ മന്ത്രങ്ങളെയും ഓഫീസറെയും കണ്ടതുമില്ല. ഇതോടുകൂടി ഈ ഒരു കഥ അവസാനിക്കുകയാണ്. ഇപ്പോ താഴമ്പൂ വിചിത്രമായ സംഭവങ്ങളുടെ ലോകത്തേക്ക് ഒരു വിസ്മയ സഞ്ചാരം എന്ന് തന്നെ നമുക്ക് പറയാം. കാട്ടിലെ ആൾക്കാരെ പരിചയപ്പെടാനും കാട്ടാനകളെ, മയിലിനെ ഒക്കെ നമുക്ക് ആഴത്തിൽ അറിയാനും ഇത് ഒട്ടേറെ സഹായകമായി ഈ ഒരു നോവൽ. അതുപോലെ തന്നെ സ്വപ്നമെന്നോ യാഥാർത്ഥ്യമെന്നോ മൃഗമെന്നോ മനുഷ്യനെന്നോ കഥയെന്നോ ജീവിതമെന്നോ ഉള്ള അതിർവരമ്പുകളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വ്യത്യസ്ത ഭൂമികയിലൂടെയുള്ള വിസ്മയ സഞ്ചാരം. പ്രണയവും പ്രതികാരവും രതിയും പകയും മഹാവ്യാധിയും 70കളിലെ തീവ്ര രാഷ്ട്രീയവുമെല്ലാം ചേർന്ന് മലയാളി വായനക്കാർ ഇതുവരെ തൊട്ടുകൂട്ടിയിട്ടില്ലാത്ത അനുഭൂതികളുടെ രുചിഭേദവുമായിട്ടുള്ള ഒരു അപൂർവ രചന. മാതംഗലീല.